പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹെൽത്തി ബേബി ഫുഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ വെച്ചിട്ട് ഒരു കുറുക്കാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട ചെറുപയർ വേവിച്ചെടുത്തതാണ്. അത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി കുത്തരിയുടെ ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ പയറും 3 ടീസ്പൂൺ ചോറുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതൊന്ന് അല്പം വെള്ളം ചെറിയ ബോയിൽഡ് വാട്ടർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. സാധാരണയായിട്ട് ചെറുപയറിന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഗുണങ്ങൾ, പ്രോട്ടീനും അയണും കാൽസ്യവും, അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതിന് ഫൈബർ ഒക്കെ ഉള്ള ഒന്നാണ് ചെറുപയർ. അപ്പം ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഞാൻ ഇങ്ങനെ അടിച്ചെടുത്ത കുറുക്ക് അതിലേക്ക് ഞാൻ നമ്മുടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ചെറിയ ജീരകം പൊടിച്ചതിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും മധുരമൊക്കെ നമുക്ക് 1 വയസ്സിന് ശേഷം കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക്. അതിന് ശേഷമേ അവർക്ക് അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഒരു 6 മാസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ചോറും നല്ല രീതിയിൽ വേവിച്ച ചെറുപയറായിട്ട് കൊടുത്താൽ മതി. ഇനി ചെറുപയർ കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫുഡാണേലും നമ്മൾ കൊടുക്കുമ്പം നമ്മൾ ഫസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അലർജി ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ. കഴിയുന്നത്ര നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാക്കി അവർക്കൊരു ഫുഡ് റൊട്ടീൻ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾക്കിപ്പോൾ സീസണായിട്ട് ലഭിക്കാത്ത ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ചിലപ്പോൾ കുട്ടികൾക്ക് സാധിച്ചെന്നിരിക്കില്ല. അത് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.